السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المصطفى وعلى آله وصحبه أهل الصدق والوفاء. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ 2 മാസത്തെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു റമളാൻ കൂടി എത്തിച്ചു തരികയും അതിൽ റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും 10 കഴിഞ്ഞ് ഇത്ഖും മിനന്നാറിൻ്റെ 10ലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ചെയ്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആയുസ്സ് വളരെ ചെറുതാണ്. 60-70 വർഷങ്ങൾ മാത്രം നീളുന്ന ഒരു ചെറിയ യാത്രയാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്നുള്ളത്. എന്നാൽ മുൻകഴിഞ്ഞ സമുദായത്തിലെ മനുഷ്യർ 100 കണക്കിന് വർഷം ജീവിച്ചവരായിരുന്നു. അത്രയും കാലം അവർ ചെയ്ത ഇബാദത്തുകളുടെ അടുത്തെത്താൻ നമ്മുടെ ഈ ചെറിയ ആയുസ് കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന സങ്കടപ്പെട്ട സ്വഹാബത്തുകൾക്ക് കാരുണ്യവാനായ അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ റമളാനിലെ അവസാനത്തെ 10ൽ ഒളിപ്പിച്ചു വെച്ച ലൈലത്തുൽ ഖദർ അഥവാ നിർണയങ്ങളുടെ രാത്രി എന്നുള്ളത്. ഒരു പുരുഷായുസ് മുഴുവനും ചെയ്തു തീർത്താൽ പോലും പ്രതിഫലം ലഭിക്കാത്ത, കേവലം ഒരൊറ്റ രാത്രി കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഖുർആനിൽ ഈ രാത്രിയെക്കുറിച്ച് ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ഇതിനെ, അതായത് ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തെ വിളിച്ചോതാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. സൂറത്ത് ദുഖാനിലും ലൈലത്തുൽ ഖദറിനെ, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിളിച്ചോതുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ രാത്രിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും അള്ളാഹുവിൻ്റെ ശാശ്വതമായ അറിവിൽ നിന്ന് വേർതിരിച്ച് തീരുമാനിച്ച് നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഈ ആയത്ത് പ്രകാരം ലൈലത്തുൽ ഖദർ അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാ കാര്യവും, അതായത് നമ്മുടെ ജനനം, അതുപോലെ തന്നെ മരണം, റിസ്ക് പറഞ്ഞാൽ നമ്മുടെ ഉപജീവന മാർഗം, അതുപോലെ തന്നെ നമ്മുടെ സുഖദുഃഖങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ശാശ്വതമായ അറിവിൽ നിന്നെടുത്ത് മലക്കുകളെ ഏൽപ്പിക്കുന്നു. ആ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാം ഒന്ന് റബ്ബേ എന്ന് വിളിച്ചാൽ ആ വിളി നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. അതായത് നാം ആ ലൈലത്തുൽ ഖദറിൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം
മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുമെന്നാണ് നമുക്ക് ഈ ആയത്തിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണ് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലാണ് നാം ഈ രാത്രിയെ അന്വേഷിക്കേണ്ടത്. അതിൽ തന്നെ ഒറ്റപ്പെട്ട രാത്രികളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിൻ ശഹരി അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ അന്വേഷിക്കുക. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ ഹദീസിനെ കാണാൻ സാധിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മാത്രം ഇങ്ങനെയൊരു രാത്രിയെ നമുക്ക് സമ്മാനിച്ചു തന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തയിൽ ഇതിന് കാരണം വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ആളുകളുടെ ആയുസ് അള്ളാഹു കാണിച്ചു കൊടുത്തു. മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പ്രബോധനം നടത്തിയത് തന്നെ 950 വർഷങ്ങളായിരുന്നു എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും കാലം ജീവിച്ച അവർക്ക് ഒരുപാട് കാലം നിസ്കരിക്കാനും നോമ്പെടുക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണല്ലോ എന്നോർത്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം വല്ലാതെ പടഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? റബ്ബേ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് വളരെ കുറവാണല്ലോ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്ത സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ സമുദായത്തിന് ഒരിക്കലും കഴിയില്ലല്ലോ. നാളെ പരലോകത്ത് എൻ്റെ ഉമ്മത്ത് മറ്റുള്ളവരെക്കാൾ പിന്നിലായി പോകുമല്ലോ എന്നൊരു സങ്കടം അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ തഫ്സീർ ഇബ്നു കസീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ചരിത്രമുണ്ട്. അതെന്തെന്നാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ബനു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ 1000 മാസങ്ങൾ, അതായത് ഏകദേശം നമ്മളിപ്പോൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 83 വർഷവും 4 മാസവും തുടർച്ചയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയുധമേന്തി പോരാടുകയും രാപ്പകലില്ലാതെ ഇബാദത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ആരാധന ചെയ്ത് ജീവിക്കുകയും ചെയ്തു. ഇത് കേട്ട സ്വഹാബികൾ വല്ലാതെ അത്ഭുതപ്പെടുകയും അതേസമയം അതിയായി സങ്കടത്തിലാവുകയും ചെയ്തു. കാരണം അവരുടെ മുഴുവൻ ആയുസ് കിട്ടിയാൽ പോലും 1000 മാസം തികയില്ല. അതായത് സഹാബത്തിൻ്റെ ആയുസ്സുകൾ കൂട്ടിയാൽ പോലും എന്ന് ചെയ്യുന്നില്ല, 1000 മാസങ്ങൾ അത്രയ്ക്ക് എത്തുന്നില്ല. അപ്പോൾ അവരുടെ പിന്നെയാണോ 1000 മാസം ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അവിടെ സഹാബത്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ തൻ്റെ സമുദായത്തെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ്റെയും മുൻഗാമികളെപ്പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തതിൽ വിഷമിക്കുന്ന സ്വഹാബിയുടെയും സങ്കടം മാറ്റാൻ വേണ്ടിയാണ് അള്ളാഹു ജിബ്രീൽ മുഖേന ആ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, നബിയെ, താങ്കളും താങ്കളുടെ സമുദായം സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. ആ ബനു ഇസ്രായേലുകാരൻ 1000 മാസം കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ സമുദായത്തിന് ഒരൊറ്റ രാത്രി ഞാൻ സമ്മാനമായി നൽകുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു. നിങ്ങളുടെ സമുദായം ഈ ഒരൊറ്റ രാത്രി എന്നെ ആരാധിച്ചാൽ മറ്റുള്ളവർ 83 വർഷം ആരാധിച്ചതിനേക്കാൾ വലിയ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. ആയതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യാനും നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാനും നാം മനുഷ്യരാണല്ലോ. മനുഷ്യനാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുള്ള സാഹചര്യം കൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയേക്കാം. മനുഷ്യ സഹജമാണല്ലോ. അതുകൊണ്ടല്ല ആ തെറ്റുകളെയെല്ലാം പൊറുപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് ഏറ്റവും കൂടുതൽ തന്ന അവസരമാണ് റമളാൻ മാസം എന്നുള്ളത്.
അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദർ രാത്രിയിൽ ഈമാനോടെയും പ്രതിഫലേച്ഛയോടെയും, അതായത് ഇഹ്തിസാബ്, എഴുന്നേറ്റ് നിന്ന് ഇബാദത്ത് ചെയ്താൽ അവൻ്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാപങ്ങളും പൊറുപ്പിക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ഒരു 2 വാക്കുകളുണ്ട്, ഈമാനൻ എന്നുള്ളതും ഇഹ്തിസാബൻ എന്നുള്ളതും. അതായത് ഈമാൻ എന്ന് പറയുമ്പോൾ ഈ രാത്രി അള്ളാഹുവിൻ്റെ ഒരു സത്യമാണെന്ന വാഗ്ദാനമാണെന്ന് വിശ്വസിച്ചു ഉറപ്പിച്ച്, അതായത് ഈ ഒരു വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ രാത്രിയിൽ 1000 മാസത്തേക്കാൾ പ്രതിഫലം നൽകുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എഹ്തിസാബൻ എന്നുള്ള വാക്ക്, എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിച്ച് കൂട്ടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്തല്ല. അതായത് ദുന്യാവികമായ ഒരു ലക്ഷ്യവുമില്ലാതെ കേവലം അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ തീർച്ചയായും അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും ഈ അവസാനത്തെ 10 ഒറ്റ രാത്രികളിൽ നാം അള്ളാഹുവിനെ കൈ ഉയർത്തിക്കൊണ്ട് പാപമോചനം തേടണമെന്ന് ഉണർത്തുകയാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി ലഭിച്ചാൽ ഞാനെന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറഞ്ഞത്. അതായത്, അല്ലാഹുവേ, തീർച്ചയായും നീ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്നത് നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അതിനാൽ പാപങ്ങൾ നീ മായ്ച്ചു കളയമേ എന്നർത്ഥം വരുന്ന ഒരു ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിക്കുന്ന രാവിൽ നാം തീർച്ചയായും ഈ ദുആ മുറുകെ പിടിക്കുകയും കൂടുതലായി ചൊല്ലാൻ വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് താൽക്കാലികമായി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.